കേരളത്തിനോട് മാത്രമായിട്ട് ഒരു തരത്തിലുള്ള അവഗണനയും കാണിക്കാൻ കഴിയില്ല. ഇത് യാഥാർത്ഥ്യമാണ്. മന്ത്രി നേരിട്ട് പ്രഖ്യാപിക്കുന്നതല്ല വിഹിതങ്ങളൊന്നും. ബഡ്ജറ്റിൻ്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ മുഴുവൻ ബജറ്റ് നോട്ടും വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തെ അവഗണിച്ചു. വലിയ പദ്ധതികളില്ല. ഇതൊരു തെറ്റായ പ്രചാരവേലയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് മറച്ചു വെക്കാനുള്ള ആസൂത്രിതമായ രാഷ്ട്രീയ പ്രചരണമാണ്. കേന്ദ്ര അവഗണനയല്ല സംസ്ഥാനത്തെ സാമ്പത്തിക ദുസ്ഥിതിക്ക് കാരണം. കേരള സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റാണ്. അത് സമ്മതിച്ചു കൊടുക്കാൻ LDF തയ്യാറാവുന്നില്ല. എനിക്ക് മനസ്സിലാവാത്തത് VD സതീശനും സംഘവും എന്തിനാണ് ഈ പ്രചാരവേല ഏറ്റുപിടിക്കുന്നതെന്നാണ്. വയനാടിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. വയനാടിൻ്റെ കാര്യത്തിൽ LDFും UDFും വ്യാപകമായി പ്രചരിപ്പിച്ചു. കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തങ്ങളിലൊന്നായിട്ട് ഈ ദുരന്തത്തെ മാറ്റിയതിനു ശേഷവും ഈ പ്രചാരണം തുടരുകയാണ്. അതിതീവ്ര ദുരന്ത പട്ടികയിൽപ്പെടുത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആനുകൂല്യങ്ങളെല്ലാം വയനാടിന് കിട്ടും. അതിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഹോംവർക്ക് വേണം. ഹൈക്കോടതിയിൽ മുഖം നഷ്ടപ്പെട്ടു കേരള ഗവൺമെൻറ്റിന്. ഇപ്പോഴും ഈ ആരോപണം അവർ ആവർത്തിക്കുകയാണ്. ഹൈക്കോടതി ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട്? കേന്ദ്ര സർക്കാർ വയനാട്ടിലെ ദുരിതത്തിന് ചെലവഴിക്കാൻ എത്ര പണം തന്നിട്ടുണ്ട്? ഹൈക്കോടതി ചോദിച്ചല്ലോ. 896 കോടി രൂപ സംസ്ഥാനത്തിൻ്റെ കയ്യിലുണ്ടായിട്ടും അതിൽ നിന്ന് ഒരു നയ പൈസ എടുത്ത് ചെലവഴിക്കാത്തത് എന്താണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചു. ഉത്തരവുണ്ടായിരുന്നില്ല. വയനാടിനെ അവഗണിച്ചു. പ്രധാനമന്ത്രി വന്നു പോയിട്ടും കൊച്ചിനെടുത്ത് ഉമ്മ കൊടുത്തിട്ടും ഒരു കാശും തന്നില്ല. വലിയ ബുദ്ധിജീവികളായിട്ടുള്ള ആങ്കർമാരിരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാത്ത സാധാവം തോന്നും. ഇത്രയും കാശ് കേരളത്തിൻ്റെ കയ്യിലുണ്ടായിട്ടും പുനരധിവാസത്തിൻ്റെ ഒരു നടപടിയും അവിടെ ആരംഭിച്ചിട്ടില്ല. ഇപ്പം പറയാൻ പറ്റുമോ ഭൂമി ഏറ്റെടുക്കൽ കഴിഞ്ഞോ? വയനാട് വീട് വെക്കാനുള്ളവരുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചോ ഇല്ലയോ? നിങ്ങളെല്ലാം അവിടെ റിപ്പോർട്ട് ചെയ്തവരാണല്ലോ. ദീപൊക്കെ അവിടെയൊക്കെ ചളിയിൽ വീണ് താഴെ പോയതല്ലേ? വാർത്ത എഴുതി അങ്ങനെ മാത്രം വാർത്ത കൊടുത്താൽ പോരാ. ഇപ്പം വയനാട് ദുരിതബാധിതരുടെ വീടിനുള്ള സ്ഥലം ഏറ്റെടുത്തോ ഇല്ലയോ? അല്ല, ആര് പറഞ്ഞു പൈസ ഇല്ല? 896 കോടി എന്തിനാണ്? പുഴുങ്ങി തിന്നാനാണ്. പ്രത്യേകമായിട്ടല്ല, ഓരോന്നിലാണ് വരുന്നത്. അതിന് ബജറ്റിൽ അങ്ങനെ ബജറ്റിൽ ഉൾപ്പെടുത്തുന്നതിൽ ആവശ്യമില്ല. നല്ല തന്നെ പണം കിട്ടും. കാരണം അതിതീവ്ര ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും വയനാടിന് കിട്ടും. വയനാടിനെ എങ്ങനെയാണ് അവഗണിക്കാൻ സാധിക്കുന്നത്? ഒരു അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ദുരന്തത്തിൻ്റെ നിവാരണത്തിന് അല്ല, അതല്ലേ പറഞ്ഞത് ഹൈക്കോടതി. നിങ്ങൾ ആ വാർത്ത നിങ്ങൾക്ക് ലീഗൽ ലേഖകന്മാരൊന്നും ഇല്ലേ? അല്ലല്ലല്ല, ഈ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കാനുള്ള തുകയാണ് കേന്ദ്രം സമ്മതിച്ചത്. വയനാടിന് മാത്രമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാടിന് മാത്രമായിട്ട് അനുവദിച്ച തുകയടക്കമാണ് ഈ പറഞ്ഞത്. വയനാടിൻ്റെ പുനരധിവാസത്തിന് എത്ര തുക വേണ്ടി വരുമെന്നാണ് നിങ്ങൾ പറഞ്ഞത്? പ്രധാനമന്ത്രി വന്നതൊന്നുമല്ല. നിങ്ങൾ 2500 കോടി 3000 കോടി എന്ന് പറയുന്നത് മാധ്യമങ്ങൾ തന്നെ ഒന്ന് നേരത്തെ പരിശോധിച്ച് വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ്. അവിടെ എത്ര അല്ല പറയട്ടെ അല്ല, ഇതിനെല്ലാം ഉത്തരമുണ്ട്. ധൃതി പിടിക്കരുത്. കൊടുക്കുമല്ലോ എന്നുള്ളത് വേറെ കാര്യം. വയനാട്ടിൽ എത്ര വീട് നിർമ്മിക്കണം? വയനാട്ടിൽ ഓരോ വീടും നിർമ്മിക്കാൻ എത്ര തുക വരും? വയനാടിൻ്റെ ടൗൺഷിപ്പിനും വീടിൻ്റെ പുനർനിർമ്മാണത്തിനുമായിട്ട് എത്ര രൂപ വരും? 1 രൂപ സ്റ്റേറ്റ് ഗവൺമെൻറ് ചിലവ് വരില്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ് ചിലവ് വരില്ല. ഇപ്പോൾ കയ്യിലുള്ള പണവും വാഗ്ദാനം ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളും കേന്ദ്രം തരുന്ന പണവും തന്നാൽ വൈകുന്നേരത്തെ പത്രസമ്മേളനം അല്ലാതെ പിണറായി വിജയന് 1 രൂപയുടെ ചിലവുണ്ടാവില്ല. ഞാൻ പറയും, യു ടേക്ക് ഇറ്റ് ഫ്രം മൈ മൗത്ത്. അതായത് ഈ പറഞ്ഞത് നിങ്ങൾ എഴുതി വെച്ചോളൂ. വൈകുന്നേരം 6 മണിക്കുള്ള പത്രസമ്മേളനം അല്ലാതെ ഒരു നയാക്കാശിൻ്റെ ചിലവ് സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ടാവില്ല. ഇപ്പോഴും ഇല്ല. ഞാൻ പറഞ്ഞുതരാം. വയനാട് ദുരന്തമുണ്ടായി. കേൾക്കും. വയനാട് ദുരന്തമുണ്ടായി. അവിടെ
ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ തുക ചെലവായത് കേന്ദ്രത്തിനാണ്. വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ എടുക്കുന്നതിന് മുഴുവൻ പരിശ്രമവും സൈന്യത്തിൻ്റെ ഭാഗത്താണ് ഉണ്ടായത്. അവിടെ ആവശ്യത്തിന് ഉപയോഗിച്ച നൂതനമായ എല്ലാ ഉപകരണങ്ങളും വാഹനങ്ങളും സൈന്യത്തിൻ്റെതായിരുന്നു. ബേലി പാലം കെട്ടിയത് സൈന്യമാണ്. അവിടെ ഇവാക്യുവേറ്റ് ചെയ്തത് ആൾക്കാരെ, മുകളിൽ നിന്ന് ആൾക്കാരെ താഴത്തേക്ക് കൊണ്ടുവന്നത് കേരള പോലീസല്ല, വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലാണ് ആൾക്കാരെ കൊണ്ടുവന്നത്. പറയട്ടെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ചെലവിൻ്റെ കാര്യത്തിലേക്ക് പോവാം. അത് കഴിഞ്ഞ് അവിടെ ആവശ്യത്തിനുള്ള മരുന്ന്, അത്യാവശ്യം സാധനങ്ങളെല്ലാം വ്യോമസേനയുടെ ഹെലികോപ്റ്റർ വഴിയാണ് ഇവിടെ വന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 4 മന്ത്രിമാർ, വയനാട് മന്ത്രിമാർ, വയനാട് എന്തായാലും പറഞ്ഞ് ഉപസമിതി അവരുണ്ടായിരുന്നു. പക്ഷെ കാര്യങ്ങളെല്ലാം ചെയ്തത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഖജനാവിന് അധികം ചെലവ് വരുന്ന ഒരു കാര്യവും അവിടെ നടന്നിട്ടില്ല. അവിടെ കേന്ദ്ര സർക്കാർ ദുരന്തമുണ്ടായ സമയത്ത് തന്നെ ധനസഹായം പ്രഖ്യാപിച്ചു. ആവശ്യത്തിനുള്ള എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്തു. 24/7 അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമാണ് നടന്നത്. ഇനി പുനരധിവാസത്തിൻ്റെ കാര്യത്തിലും കൃത്യമായിട്ടുള്ള സഹായം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. സംസ്ഥാന ഗവൺമെൻറ്റിന് പുത്തുമലയിലും അതിനു മുമ്പ് നടന്ന ദുരന്ത പ്രദേശങ്ങളിലുമെല്ലാം എത്ര ചെലവായി എന്നുള്ളതിൻ്റെ കണക്ക് കൂടി നിങ്ങളൊന്ന് എടുക്കണം. അതുകൊണ്ട് ഇതൊക്കെ ഒരു വ്യാജമായിട്ടുള്ള പ്രചരണമാണ്. മോദി സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു. ഈ പ്രചാരണം UDFും LDFും നടത്തുന്നതാണ്. ദയവായി മാധ്യമങ്ങൾ ഇത്തരം കള്ളപ്രചാരണങ്ങൾക്ക് അരുനിൽക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സർ, പാർലമെൻറ്റിൽ അതിതീവ്ര ദുരന്തമായി കണക്കാക്കിയിട്ടുള്ള ഒരു ദുരന്തത്തിന് എന്തൊക്കെ ആവശ്യങ്ങളാണോ കേന്ദ്രം നിയമാനുസൃതമായിട്ട് ചെയ്യേണ്ടത് അത് മുഴുവൻ വയനാടിന് ലഭിക്കും. അത് ലഭിച്ചില്ലെങ്കിൽ ആദ്യം സമരത്തിനിറങ്ങുന്ന ഒരാൾ നിങ്ങളെ കൂടുതൽ ഞാനായിരുന്നു.